നമുക്കിന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ ദോശ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചരി 1/2 കപ്പ് തന്നെ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് അതൊന്ന് 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. ഇതൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അവലാണ്. അവലോ അല്ലെങ്കിൽ ചോറോ എടുക്കാം കേട്ടോ. അത് ഏത് വേണമെങ്കിലും എടുക്കാം. നന്നായി അരച്ചെടുത്തിട്ട് വരാം. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ട് വന്നത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത് മാറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായി ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ നല്ല നൈസായിട്ട് ചുട്ടെടുക്കാം. അതിലേക്ക് നെയ്യ് തടവി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ക്രിസ്പി ആവുന്നവരെ വെച്ചിട്ട് നമുക്കിതെടുക്കാം. ഇതിപ്പോൾ ദോശയൊക്കെ ആയിട്ടുണ്ട്, നമുക്കെടുത്ത് മാറ്റാം കേട്ടോ.